أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الليل فتحجب به نافلة لك عسى أن يبعثك ربك مقاما محمودا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രയാസം സഹിക്കുന്ന രൂപത്തിലാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന ഘട്ടത്തിൽ ആ പ്രയാസങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പലപ്പോഴും ജീവിത പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി അല്ലാഹു നിരോധിച്ചിരിക്കുന്ന മാർഗങ്ങളെ അവലംബിക്കാനുള്ള വ്യഗ്രതയിലാണ് മനുഷ്യൻ. ആരെങ്കിലുമെല്ലാം ചില പ്രേരണകൾ നൽകുമ്പോൾ അത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ചിലപ്പോ ആത്മഹത്യ തന്നെ പരിഹാരമാണ് എന്നുള്ള രീതിയിൽ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന മാതൃക, ഏത് പ്രതിസന്ധികൾ നമ്മെ അലട്ടുകയാണെങ്കിലും അത് ചിലപ്പോൾ രോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കമായിരിക്കും. ഏത് വേളകളിലും വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുന്നതിന്റെ ആത്യന്തിക താൽപര്യം ലോകർക്കാകമാനം കാരുണ്യമായിട്ടാണ്. ആ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കാനുള്ള പരിഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം നമസ്കാരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്വല, എനിക്ക് കൺകുളിർമ നമസ്കാരത്തിലാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ഉപകരണമായി കണ്ടു എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആ ടെൻഷനിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള മാർഗമായിട്ട് നിശ്ചയിക്കപ്പെട്ടത് നിസ്കാരമാണ്. 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത്, ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. എന്റെ ഭാരം എനിക്ക് ഇറക്കി വെക്കാൻ അത്താണിയായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ആ നമസ്കാരത്തിൽ കൂടി ഒരു വ്യക്തി സമാഹരിക്കുന്നത് മാനസികമായ സംതൃപ്തിയാണ്. എന്നാൽ ഈ നമസ്കാരത്തിൽ തന്നെ ചില സമയങ്ങളെ പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകാൻ കാരണമാണ്. അതാണ് തഹജ്ജുദ്. റമളാനിൽ ഖിയാമുൽ ലൈൽ, തറാവീഹ് എന്നുള്ള പേരിൽ നമ്മൾ ശീലിച്ച ആ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കർമ്മമായിരുന്നു. വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പകൽ മനുഷ്യൻ ദീർഘമായ ജോലി തിരക്കിലാണ്. എന്നാൽ രാത്രി സമയത്ത് നിങ്ങൾ ധാരാളമായിട്ട് അള്ളാഹുവെ ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർക്കാനും നന്ദി പ്രകടിപ്പിക്കാനും പറ്റിയ സമയമാണ് രാത്രി സമയം. വമിനൽ ലൈലി ഫതഹജ്ജുദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സൂറത്ത് ഇസ്രായിലെ 79-ാമത്തെ വചനം. രാത്രിയിൽ ഉറക്കമുണർന്നുകൊണ്ട് ഖുർആൻ പാരായണത്തോടുകൂടി നീ അല്പസമയം നമസ്കരിക്കണം. എന്തുകൊണ്ടാണ് അതിന്റെ താല്പര്യം? എന്താണ്? കുറച്ച് ഉറക്കം മാറ്റിവെച്ചിട്ട് അള്ളാനെ ഓർത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? അങ്ങനെ നമസ്കരിക്കുമ്പോൾ, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കുകളെ കൂടുതൽ നേരെയാക്കുന്നതുമാണ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഹൃദയത്തിൽ തറക്കണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ ഒരു വിശ്വാസി ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ സുന്നത്താണ് തഹജ്ജുദ് എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മിൽ എത്ര പേർക്ക് മിനിമം ഒരു 3 റക്അത്ത് എങ്കിലും സുബഹിക്ക് മുമ്പ് നേരത്തെ ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 4:15 എഴുന്നേറ്റ് ഒരു അരമണിക്കൂറെങ്കിലും നിസ്കരിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എന്താണ് ആ നമസ്കാരത്തിൽ കൂടി നമ്മൾ പ്രഖ്യാപിക്കുന്നത്? ഏകനായ റബ്ബിന് മുമ്പിൽ അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വിനയാന്വിതനായി നിസ്കരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ വിനയം കാണിക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നമുക്ക് നൽകപ്പെടും. ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയം ആരും നമ്മെ കാണുന്നില്ല. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെ തന്നെ സ്വകാര്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന സമയമാണ് രാത്രിയുടെ അവസാന ഭാഗം എന്നുള്ളത്. കാരണം ഭൂരിപക്ഷം ആളുകളും ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവെ ഓർത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. കാരണം ഈ നിസ്കാരത്തിന് അത്രമാത്രം പ്രാധാന്യമാണ്. എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ പറ്റും, രാത്രിയുടെ അന്ത്യഭാഗമാണ്
സുബഹിക്ക് ജസ്റ്റ് മുമ്പുള്ള സമയമാണ് ഹൃദയങ്ങൾക്ക് സ്ഥിരത നൽകുന്ന സമയം. ആ സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയും വിക്റുകളും അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. എൻ അബി ഉമാമ ഖീല യാ റസൂലല്ലാഹ് അയ്യു ദുആഇ അസ്മഉ ഖാല ജൗഫുൽ ലൈലിൽ ആഖിർ വദുബുരി സ്വലാത്തിൽ മക്തുബാത്ത്. തുർമുദി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, പ്രവാചകരെ, ഏറ്റവും പരിഗണിക്കപ്പെടുന്ന പ്രാർത്ഥന ഏതാണ്? അള്ളാഹു ഏറ്റവും പരിഗണിക്കുന്ന പ്രാർത്ഥന ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രിയുടെ അന്ത്യസമയത്തിലും നിർബന്ധ നമസ്കാരത്തിന് ശേഷവുമാണ് പ്രാർത്ഥന ഏറ്റവും പരിഗണിക്കപ്പെടുന്നത്. സുബഹിക്ക് മുമ്പായി രാത്രി നമസ്കാരം നിർവഹിച്ചിരിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തറാക്കുക, ഒറ്റയാക്കി നിസ്കരിക്കുക. ഔത്തിറു ഖബലൽ ഫജ്ർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ഫജ്റിന് മുമ്പായി വിത്തർ നിസ്കരിക്കണം. ഇപ്പൊ ഒരാൾക്ക് സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അശാ നമസ്കാരത്തിന് ശേഷം വിത്തർ നമസ്കരിച്ചുകൊണ്ടാവണം ഉറങ്ങുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയതിന് ശേഷം എണീറ്റ് നമസ്കരിക്കുന്നതാണ് ഏറ്റവും പൂർണ്ണതയുള്ള കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുക. അപ്പൊ ഈ എണീക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹനെ ഓർത്തുകൊണ്ടാണ് അയാൾ എണീക്കുന്നത്. എന്നാ ഉറങ്ങിയാൽ എണീക്കില്ല എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിത്ർ നിസ്കരിക്കണം. സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ത്? ഉറക്കം എന്നുള്ളത്. എന്നാൽ ഈ ഉറക്കത്തെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കുന്നത് ജിഹാദാണ്. അതൊരു ത്യാഗമാണ്. ഈ സമയത്തിനുള്ള പ്രത്യേകത എന്താണ്? പ്രകൃതി ശാന്തമാവുന്ന സമയമാണ്. നമ്മുടെ ശ്രദ്ധ കൃത്യമായി കേന്ദ്രീകരിക്കപ്പെടുന്ന സമയമാണ്. ആകാശലോകത്തോട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പശ്ചാത്തപിക്കുന്ന വിശ്വാസിയുടെ പശ്ചാത്താപം ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല. പ്രകൃതി ശാന്തമായ ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കരിച്ചത് തുടക്കം പതുക്കെയാണ്. ദീർഘമായ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിച്ചതെങ്കിലും അതിന്റെ തുടക്കം, ദീർഘമായ നമസ്കാരത്തിന്റെ തുടക്കം ഒരിക്കലും ധൃതി കാണിച്ചാവരുത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ പതുക്കെ തുടങ്ങുക എന്നുള്ളത് സുന്നത്താണ്. ക്ഷീണത്തോടുകൂടിയല്ല നിസ്കരിക്കേണ്ടത്, ഉന്മേഷത്തോടുകൂടിയാണ്. ഒരാൾക്ക് ക്ഷീണുണ്ട്, ഉറക്കമല്ലാതെ വരുന്നുണ്ട്, ആ സമയം നിസ്കരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അയാളോട് ഉറങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. ഇദാ നഅസ അഹദുക്കും ഫീ സ്വലാത്തിഹി ഫൽയർഖുദ് ഹത്താ യദ്ഹബ അൻഹു അൻ-നൗം ഫഇന്ന അഹദുക്കും ഇദാ സ്വല്ലാ വഹുവ നാഇസുൻ ലഅല്ലഹു യദ്ഹബു യസ്തഗ്ഫിറു ഫയസുബ്ബു നഫ്സഹു. സ്വഹീഹുൽ ജാമിഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ഒരാൾക്ക് നമസ്കാരത്തിൽ ഉറക്കം വന്നാൽ, ഇവിടെ ഖുതുബ കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു അല്ലേ? ചില ആളുകൾക്ക് ഉറക്കം നന്നായിട്ട് വരും എപ്പോഴാണ്? ഖുതുബന്റെ സമയത്താണ്. കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം അതാണ്. ആ പണി മൂപ്പരവിടെ ചെയ്തോളൂ, നമുക്കിവിടെ ഉറങ്ങാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാഴ്ചയിലുള്ള ഇന്ധനമാണ്, എനർജിയാണ് ഖുതുബ. ഒരാഴ്ച റൺ ചെയ്യാനുള്ള, മുന്നോട്ട് ഗമിക്കാനുള്ള ആത്മീയമായ ചൈതന്യവും ഊർജവും സമാഹരിക്കുന്ന സമയമാണ് ഖുതുബ. അപ്പൊ ആ സമയത്ത് ഉറങ്ങാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് എന്താണ്? ഒരാൾക്ക് നമസ്കാരത്തിൽ ഉറക്കം വന്നാൽ ഉറക്കം തീരുവോളം അയാൾ ഉറങ്ങട്ടെ. വല്ലാതെ വിശപ്പുണ്ട്,
ആ വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് ടോയ്ലറ്റ് പോകാൻ മുട്ടുന്നുണ്ട്, ആ സമയത്ത് പോയി വന്നതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ലളിതമായ കാര്യങ്ങളാണ്. ഇസ്ലാമിലുള്ള എല്ലാ കർമ്മങ്ങളും ലാളിത്യമുള്ളതാണ്, പ്രയാസമില്ലാത്തതാണ്. നോമ്പിനെ കുറിച്ച് പരാമർശിച്ചെടുത്ത് പോലും അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിനങ്ങൾ നിങ്ങൾ നോമ്പ് വെൽക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് അത് അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല എന്ന് പ്രത്യേകം പറയുന്നു. അത് നമുക്ക് നോമ്പ് തീരുമ്പോൾ മനസ്സിലായുണ്ടല്ലോ. നോമ്പ് തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ നിറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? എല്ലാ പ്രശ്നങ്ങളുടെയും ആധാര കേന്ദ്രം എവിടെയാണ്? വയറ് തന്നെയാണ്. ആദമിന്റെ സന്താനം നിറക്കുന്ന ഏറ്റവും മോശപ്പെട്ട പാത്രം ഏതെന്ന് ചോദിച്ചപ്പോൾ അത് വയറാണ്. വയറ് നിറക്കുന്നതാണ് പല രോഗങ്ങളുടെയും കാരണം. റമദാനിൽ പകൽ സമയമെങ്കിലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് നമസ്കാരത്തിൽ ഉറക്കം വന്നാൽ ഉറക്കം തീരുവോളം അയാൾ ഉറങ്ങട്ടെ. കാരണം ഉറക്കാവസ്ഥയിൽ അവൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പാപമോചനം തേടുന്നത് ചിലപ്പോൾ സ്വന്തത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിലാവാൻ സാധ്യതയുണ്ട്. സ്വന്തത്തെ ആക്ഷേപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥനയുടെ വാചകങ്ങൾ തെറ്റിയാൽ, അറബി പദങ്ങളുടെ വാക്കുകളുടെ ആ ഉച്ചാരണം തെറ്റിപ്പോയാൽ അർത്ഥം മാറിപ്പോവും. അർത്ഥം മാറിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതാവൂല കിട്ടുക. അല്ലേ? അറബികൾക്കിടയിൽ, ജൂതന്മാർക്കിടയിലുള്ള ഒരു സ്വഭാവമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും എന്ന് വിശ്വാസികൾ പറയുമ്പോൾ അസ്സാമു അലൈക്കും എന്ന് പറയും. കേൾക്കുമ്പോൾ വിചാരിക്കും അസ്സലാമു അലൈക്കും, പക്ഷെ പറയണ അസ്സാമാണ്. അസ്സാമ് എന്ന് പറഞ്ഞാൽ തൊലയട്ടെ, നശിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. അല്ലേ? അപ്പൊ ഈ അറബി പദങ്ങൾ അതിന്റെ ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ അതിന്റെ സ്ഫുടതയിൽ തെറ്റ് സംഭവിച്ചിട്ട് അർത്ഥം മാറിപ്പോകും. ഇദാ ഖാമ അഹദുക്കും മിനൽ ലൈലി ഫൽയുസല്ലി റകഅതൈനി ഖഫീഫതൈനി. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹിയായ വചനത്തിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, നിങ്ങളിൽ ആരെങ്കിലും രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ലഘുവായിട്ട് ലളിതമായിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് അവൻ ആരംഭിക്കട്ടെ. ചെറിയ രൂപത്തിലാ തുടങ്ങേണ്ടി. ഒരാവേശ കമ്മിറ്റി ആവരുതെന്നായി പറഞ്ഞത്. ചിലവർ കാണാം തഹജ്ജുദ് അവിടെ പ്രാക്ടീസ് ചെയ്യും. 1-2 ദിവസമൊക്കെ സൂപ്പറായിട്ട് നിസ്കരിക്കും. പിന്നെ ആ നിസ്കാരം നിർത്തിയിട്ട് പിന്നെ ഓനെ പോണ പാട്ട് പോകും. അങ്ങനെ നിസ്കരിക്കണ്ട. 3 റക്അത്ത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 നിസ്കരിച്ചാൽ മതി. ഇനി 5 നിസ്കരിക്കാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ 5 മതി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം പതിവായി ചെയ്യുന്ന കർമ്മമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പത്നി ഈ ചര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദാ ഖാമ മിനൽ ലൈലി ലിയുസല്ലി ഇഫ്തതഹ സ്വലാതഹു ബിറകഅതൈനി ഖഫീഫതൈനി. മുസ്ലിം ഉദ്ധരിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് വേണ്ടി എണീറ്റാൽ, അത് കാണാൻ ഏറ്റവും അർഹതപ്പെട്ടത് ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആ ഭാര്യ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് വേണ്ടി എണീറ്റാൽ ലഘുവായ 2 റക്അത്തോടെയാണ് നിസ്കാരം തുടങ്ങാറുള്ളത്. എന്താണ്? ദീർഘമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ഉറക്കം വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ലളിതമായിട്ട് ആരംഭിക്കാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അടയാളമാണ് സുന്നത്തായ നിസ്കാരം. ഫർള് നിസ്കരിക്കണം, അതിൽ എക്സ്ക്യൂസ് ഇല്ല, അതിൽ ഒഴിവില്ല. സുന്നത്തായ നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനും ഇഖ്ലാസും ഉണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. ഇത്ര പ്രായമായിട്ടും തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്നാ നിസ്കരിക്കുക? സുന്നത്തായ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫർളായ നിസ്കാരത്തിൽ സംഭവിച്ചിരിക്കുന്ന അപാകതകളുടെ, വീഴ്ചകളുടെ പരിഹാരമാണ്. ഫർളായ നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകത വന്നുപോയിട്ടുണ്ടാവും, അത് തിരുത്താനുള്ള ഒരു പരിഹാരമാണ് സഹോദരങ്ങളെ സുന്നത്തായ നിസ്കാരം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ പദവികൾ ഉയരാൻ ഈ സുന്നത്തായ നിസ്കാരം കാരണമാവും. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറെ ശ്രേഷ്ഠകരമായ നിസ്കാരം ഏതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സ്വലാ അഫ്ളു ബഅദൽ മക്തൂബ ഖാല സ്വലാത്തുൽ ലൈൽ.
ഫർളായ നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വലാത്തുൽ ലൈൽ രാത്രി നിസ്കാരാണ്, തഹജ്ജുദാണ്, ഖിയാമുൽ ലൈലാണ്. റമളാനിലാണെങ്കിൽ തറാവീഹാണ്. അഫ്ളു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പ് ഏതാണെന്ന് ചോദിച്ചപ്പോ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമായിട്ടുള്ള ഷഹ്റുൽ മുഹറം. വഅഫ്ളു സ്വലാ ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഇവിടെയും സ്വലാത്തുൽ ലൈൽ എന്ന് ആവർത്തിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് ഉൾക്കൊള്ളുന്ന നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മിനിമം ലെവൽ ആരംഭിക്കും. ഒരു 3 കൊണ്ട് തുടങ്ങാം, പിന്നെ 5 ആക്കുക, പിന്നെ 7 ആക്കുക, പിന്നെ 9 ആക്കുക, 11 വരെ ഇത്രോടുകൂടി നമുക്ക് നിസ്കരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിമായ ഒരു വ്യക്തിയുടെ അടയാളമാണ് സത്യസന്ധത എന്നത്. സംസാരിച്ചാൽ കളവ് പറയുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. വിശ്വസിച്ചാൽ ലംഘിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നുള്ളതും നിഫാഖ് എന്നുള്ളത് അല്ലെങ്കിൽ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അപ്പൊ ഞാൻ മുസ്ലിം ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാവാൻ ശ്രദ്ധിക്കും. വെറുതെ കളവ് പറയുന്ന ഒരവസ്ഥ പലർക്കുണ്ട്. ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ പച്ച കളവ്. ഇപ്പൊ ഒന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മൊബൈലിൽ, അല്ലേ? അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൻ എവിടെ ഉള്ളതെന്ന് അറിയാം. അത് പറയല്ലേ, അവൻ പറയുമ്പോൾ ആ ഒരു കളവല്ലേ എന്നാ. എത്ര കളവാ നമ്മൾ ദിവസം പറയുന്നത്? ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് മാതിരിയാവും. ഹൃദയത്തിലൊരു കറുത്ത പുള്ളി വീണു. ഒരു കളവ് പറയുമ്പോൾ ഒരു കറുത്ത പുള്ളി, 2 കളവ് പറയുമ്പോൾ 2 കറുത്ത പുള്ളി. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 500 കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 കറുത്ത പുള്ളി ഹൃദയത്തിൽ വീണു. പിന്നെ ടോർച്ചടിച്ച കാണുക. ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാവാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. കളവങ്ങനെ പറയല്ലേ. ബിസിനസ് അല്ലേ കളവെത്തപ്പോ പറഞ്ഞാല്, അല്ലേ? ചില കച്ചവടക്കാരൊരു ധാരണയുണ്ട്, ഇങ്ങക്കായിട്ട് ഞാൻ 10 റുപ്യ കുറക്കും, ഇങ്ങക്കായി അങ്ങനെ ഓർക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരേ വിലയാണ്. അങ്ങനെ കളവ് പറയുന്നു. മീൻ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ചാലിയത്ത് നിപ്പാട് കൊണ്ടുവന്നത് എവിടെ കൊണ്ടുവരുന്നു? ചാലിയം പോയിട്ട് അതിന്റെ അയൽപ്പക്കത്ത് പോലും എത്തിയില്ല. വെറുതെ പറയുന്നേ, കളവങ്ങനെ പറയുന്നു. ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 2 അവയവങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതിലൊന്ന് ലൈംഗിക അവയവമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത്, വിവാഹത്തെ കഴിഞ്ഞ് 1, 2, 3 മക്കളൊക്കെ ഉള്ള ഭർത്താക്കന്മാര്, ഭാര്യമാര് ഒക്കെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക്, വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോവാണ്. ചാറ്റ് ചെയ്യാണ്. ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. അങ്ങനെ അല്ലേ? വിനോദത്തിന് ഒരാളുണ്ട്, ഭാര്യ വേറെ ഉണ്ട്, എഡീഷണൽ വേറെയുണ്ട്. എന്നാൽ വേറെ പോയി കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അത് ഹലാലായിട്ട് അള്ളാഹ് അനുവദിച്ചാണ്. അത് കേൾക്കുമ്പോൾ അലർജിയാണ്. എന്നാൽ മറ്റേ വ്യഭിചാരാണ് സഹോദരന്മാരെ. സ്വന്തം ഭാര്യയല്ലല്ലോ ഇയാള് വിളിക്കുന്നത്. മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യാണ്, വീഡിയോ കോൾ നടത്തുകയാണ്, സെക്സ് ചാറ്റ് നടത്തുകയാണ്.
ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നു, പരലോകം നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഭാര്യനോട് പറയും കളവ് പറയാം, അല്ലേ? എങ്ങോട്ടാ പോണ്? സൗദി അറേബ്യക്കാന്നാ പറയുന്നത്. സൗദി അറേബ്യക്കല്ല, ഓൻ പോണ വേറെ സ്ഥലത്ത് വ്യഭിചരിക്കാൻ പോവുകയാണ്. എന്നിട്ട് കൃത്യമായിട്ട് ഭാര്യ ഇത് കണ്ടെത്താണ് ഇവള് ഇയാളെങ്ങോട്ടാ പോകുന്നതെന്ന്. എന്നിട്ട് അവരുടെ ആ ദാമ്പത്യ ബന്ധം പരാജയപ്പെടും. സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കളവ് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യവും പ്രതാപവും നഷ്ടപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സത്യസന്ധത എന്നുള്ളത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ വിളിച്ച പേരെന്താണ്? അൽ അമീൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തതയിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് നമുക്ക് എത്ര ഉണ്ട്, നമ്മുടെ മക്കൾക്ക് എത്ര ഉണ്ട്? മക്കൾക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്കാദ്യം വേണം. കാരണം നമ്മുടെ മക്കൾ അനുധാവനം ചെയ്യുന്നത് നമ്മയാണ്. ബാപ്പ ഇപ്പൊ ഇവിടെ എല്ലാന്നാണ് പറഞ്ഞേക്കുന്നത്, കുട്ടീനോടായി പറയുന്നത്. എന്നിട്ട് പിന്നെ പറയാണ്, ഞാൻ ഹദീസ് വായിച്ച ആയത്തിൽ എന്താ പറയുക, അപ്പുറത്ത് പോയിട്ട് അതും ചോദിക്കും. പ്രാക്ടിക്കലായി ജീവിതത്തിൽ പകർത്തുന്ന കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് വീഴ്ചകളും പോരായ്മകളും വന്നുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് നമ്മൾ. മിമ്പറിൽ സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ തെറ്റിൽ നിന്ന് വിരമിക്കാനുള്ള അവസരം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ നമുക്ക് പുറത്തു തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തവഫനാ മുസ്ലിമൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين.